നമസ്കാരം. കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം. കഴിഞ്ഞ വർഷം ഒക്ടോബർ 7-ലുണ്ടായ ആ സംഭവത്തിനു ശേഷം ഇസ്രായേൽ ഹമാസിനെതിരെ യുദ്ധം പ്രഖ്യാപിക്കുന്നു. തങ്ങളുടെ പ്രഖ്യാപിത ശത്രുക്കളെ ഉന്മൂലനം ചെയ്യും എന്ന് അവർ ശപഥമെടുക്കുന്നു. അന്ന് തുടങ്ങിയ യുദ്ധമാണ്. അവർ ഓരോ ഭീകരവാദികളെ അല്ലെങ്കിൽ അവരുടെ ശത്രുക്കളെയൊക്കെ കൊന്നു തള്ളിക്കൊണ്ട് അവർ മുന്നോട്ട് വരുന്നു. പക്ഷേ യുദ്ധത്തിൻ്റെ തുടക്ക സമയത്ത് ഹമാസ് ചില ബാഹ്യ ശക്തികളുടെയൊക്കെ പിന്തുണ അവർ പ്രതീക്ഷിച്ചിരുന്നു. ഉദാഹരണത്തിന് ലെബനിലുള്ള ഹിസ്ബുള്ളയും ഈജിപ്തിലെ ഹൂതികളും അതേപോലെ തന്നെ ഇറാൻ്റെ പരസ്യ പിന്തുണയൊക്കെ തങ്ങൾക്കുണ്ടാവും. മറ്റ് ചില അറബ് രാജ്യങ്ങളും തങ്ങളെ തുണയ്ക്കാൻ വരുമെന്നൊക്കെയാണ്. എന്തിനു കൂടുതൽ പറയാൻ, പാകിസ്ഥാനിൽ നിന്ന് വരെ ഉള്ള പിന്തുണ അവർക്ക് കിട്ടും എന്നായിരുന്നു അവരുടെ തുടക്കത്തിലെ പ്രതീക്ഷ. എന്നാൽ ഇറാനെ ആദ്യം തന്നെ അമേരിക്ക കത്രിക പൂട്ടി എന്ന് തന്നെ പറയാം. ഈ യുദ്ധം തുടങ്ങും എന്ന് ഉറപ്പായപ്പോൾ തന്നെ അമേരിക്കയുടെ 2 കപ്പൽ പടകളും ഇറാൻ്റെ തീരത്തോട് അടുപ്പിച്ച് അവർ സർവ്വസജ്ജരായിരുന്നു. അവർക്ക് ഈ ഇസ്രായേലും ഹമാസും തമ്മിലുള്ള യുദ്ധമല്ല, അതിലവരൊരു കാഴ്ചക്കാരുടെ റോള് മാത്രമാണ്. ഇസ്രായേലും ഹമാസും എന്ത് തന്നെ ചെയ്തോട്ടെ, ഞങ്ങൾ നോക്കുന്നത് ഇറാൻ ഇതിൻ്റെ ഇടയിൽ വന്നാൽ ആ ഗ്യാപ്പിലിട്ട് ഇറാനെ പിടിക്കാമെന്നും ഇറാനിൽ കടന്നു കയറാനും എന്ന ആ ലക്ഷ്യത്തോടെയാണ് അമേരിക്ക അവിടെ വന്ന് തമ്പടിച്ചിരിക്കുന്നത്. അതിനൊരു കാരണമുണ്ട്. കഴിഞ്ഞ 3 പതിറ്റാണ്ടായിട്ട് ഇറാന് ലോകത്തെ നശിപ്പിക്കാനുള്ള ആണവ ആയുധങ്ങൾ അവർ സംഭരിച്ചിട്ടുണ്ടെന്നും അവരെ എത്രയും വേഗം നിരായുധീകരിക്കണമെന്നും അല്ലെങ്കിൽ ലോകത്തിന് തന്നെ ഭീഷണിയാണ് എന്ന് നിരന്തരം ആരോപിച്ചുകൊണ്ട് ഇറാനിൽ കടന്നു കയറി അവിടെ പരിശോധന നടത്തണം എന്ന് ആവർത്തിക്കുന്ന ഒരു രാജ്യമാണ് അമേരിക്ക. നമുക്കറിയാം, കുറേ കാലത്തോളം ലോക പോലീസാണ് തങ്ങൾ എന്ന് പറഞ്ഞ് നടന്നവരാണ് അമേരിക്ക. അവർ ഇത്തരം കാര്യങ്ങൾ നിരന്തരം ആരോപിച്ച് തന്നെയാണ് ഒരിക്കൽ ഇറാഖിലേക്ക് കടന്നു കയറിയതും. അവസാനം അത് ഇറാഖിനെ ചിന്ന ഭിന്നമാക്കിയതിനു ശേഷം അവർ തന്നെ സമ്മതിച്ചു, ഞങ്ങൾ വിചാരിച്ച കണക്ക് ഇതിനകത്ത് ഈ പറഞ്ഞ സാധനമൊന്നുമില്ലായിരുന്നു. ഏതാണ്ട് അതേ തന്ത്രം തന്നെയാണ് ഇറാനെതിരെയും അവർ പയറ്റിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ അവർക്ക് ഇതുവരെയും ഇറാൻ്റെ ഉള്ളിലേക്ക് കടന്നു കയറി അവരുടെ ലക്ഷ്യം സാധിക്കാൻ അവർക്ക് പറ്റിയിട്ടില്ല. പക്ഷേ എന്നാൽ ഇപ്പോൾ അതിനുള്ളൊരു അവസരം അവർക്ക് വന്നിരിക്കുകയാണ്. ആ അവസരത്തിന് വേണ്ടി അവർ വളരെ ജാഗരൂകരായി ഇറാൻ്റെ തീരത്ത് തന്നെ അവർ നിലയുറപ്പിച്ചിരിക്കുകയാണ്. അതിനാൽ തന്നെ ഇറാനും ഇതറിയാം. ഇറാൻ പരസ്യമായിട്ട് ഹമാസിന് വേണ്ടി ഇസ്രായേലിനെതിരെ യുദ്ധത്തിന് വരില്ല. പക്ഷേ ഓരോ ഇടവേളകളിലും അവർ മര്യാദയ്ക്ക് യുദ്ധം നിർത്തിക്കൊള്ളുക, ഇസ്രായേൽ വരെ വരാനുള്ള മിസൈൽ ഞങ്ങളുടെ കയ്യിലുണ്ട്, ഞങ്ങൾ ഇപ്പോൾ അത് വിട്ടുകളയും അല്ലെങ്കിൽ നാളെ വിട്ടുകളയും, ഇങ്ങനെ ഭീഷണിയാണ്. അങ്ങനെ 15 തവണയോളം അന്ത്യശാസനം കൊടുത്തു ഇസ്രായേലിന്. 16ാമത്തെ തവണ അന്ത്യശാസനം കൊടുക്കാനായിട്ട് ഇറാൻ്റെ പ്രസിഡന്റ് ജീവനോടെ ഉണ്ടായില്ല. അയാൾ ഒരു ഹെലികോപ്റ്റർ അപകടത്തിൽ കൊല്ലപ്പെടുന്നു. അതിനുശേഷം നമുക്കറിയാം, കഴിഞ്ഞ 30-ാം തീയതി ഹമാസിൻ്റെ തലവനായിട്ടുള്ള ഇസ്മയിൽ ഹനിയെ അദ്ദേഹം ഇറാനിൽ വെച്ച് കൊല്ലപ്പെടുന്നു. ഇത് രണ്ടും വളരെ കണക്റ്റഡ് ആണെങ്കിലും തങ്ങളുടെ പ്രഖ്യാപിത ലക്ഷ്യമായിട്ടുള്ള 2 പേരെ 2 വ്യത്യസ്ത സമയങ്ങളിൽ തീർക്കാൻ ഇസ്രായേലിനും അതേപോലെ തന്നെ മൊസാദിനുമായി. അപ്പോഴതാ പുതിയൊരാൾ എന്ന് തീർത്തും പറഞ്ഞുകൂടാ, ഇടയ്ക്കിടയ്ക്ക് നിന്ന് ഇസ്രായേലിനെ നല്ല രീതിയിൽ ചൊറിയുന്നുണ്ടായിരുന്നു. തുർക്കിയാണ് ആ രാജ്യം. തുർക്കിയിലെ എർദോഗൻ ആണിപ്പോൾ മുമ്പ് ഇറാൻ പ്രസിഡന്റ് എന്താണോ പറഞ്ഞുകൊണ്ടിരുന്നത് അതേ കാര്യം തന്നെയാണ് ഇപ്പോൾ എർദോഗൻ പറയുന്നത്. എർദോഗൻ ഇസ്രായേലിന് വാണിംഗ് നൽകുകയാണ്, മുന്നറിയിപ്പ് നൽകുകയാണ്, മര്യാദയ്ക്ക് യുദ്ധം നിർത്തിക്കൊള്ളുക, ഇതുവരെ ചെയ്തതൊക്കെ മതി, ഇനി ചെയ്താൽ ഞങ്ങൾക്ക് ഇടപെടേണ്ടി വരും എന്ന തരത്തിൽ അത് ഭീഷണിയുടെ സ്വരത്തിലേക്ക് മാറുകയാണ്. തുർക്കിയുടെ ഒരു ധൈര്യം എന്നത്, തുർക്കി നാറ്റോ സഖ്യത്തിൽ അംഗമാണ്, തുർക്കി യൂറോപ്യൻ യൂണിയൻ അംഗമാണ്. അപ്പോൾ ഈ യൂറോപ്യൻ യൂണിയൻ്റെ പ്രത്യേകത എന്തെന്നാൽ അവരുടെ അംഗരാജ്യത്തിനെ ഏതെങ്കിലും ഒരു രാജ്യം ആക്രമിക്കുകയോ യുദ്ധത്തിനോ ഒക്കെ വന്നു കഴിഞ്ഞാൽ നാറ്റോ സഖ്യം തന്നെ അവരെ നേരിട്ടുള്ളൂ. അതാണ് അവർ തമ്മിലുള്ള ഒരു കരാർ. ഒരുപക്ഷെ ആ ഒരു ധൈര്യത്തിൻ്റെ പുറത്തായിരിക്കാം ഇസ്രായേലിനെ അവർ നിന്ന് ചൊറിയുകയും വെല്ലുവിളിക്കുകയും ചെയ്യുന്നത്. പക്ഷേ രാജ്യം ഇസ്രായേലാണ്. യുദ്ധം ചെയ്ത് തീർക്കേണ്ടവരെ യുദ്ധം ചെയ്ത് തീർക്കാനും അതേപോലെ തന്നെ യുദ്ധത്തിലല്ലാതെ രഹസ്യമായിട്ട് തീർക്കേണ്ടവരെ രഹസ്യമായിട്ട് തീർക്കാനും പ്രാപ്തിയുള്ള, അതിനുള്ള കഴിവുള്ള, അതിനുവേണ്ടി ഏതറ്റം വരെയും പോകുന്ന സംവിധാനമുള്ള, മൊസാദ് പോലെ കൂർമ്മ ബുദ്ധിയുള്ള ഏജൻസികളുമൊക്കെയുള്ള ഒരു രാജ്യമാണ് ഇസ്രായേൽ. ആ ഇസ്രായേലിനെ പരസ്യമായിട്ട് യുദ്ധത്തിന് ക്ഷണിക്കുകയാണ് തുർക്കി ചെയ്യുന്നത്. തുർക്കിയുടെ ബലം എന്നത് ഈ നാറ്റോ സഖ്യമാണ്, അഥവാ യൂറോപ്യൻ യൂണിയനാണ്. എന്നാൽ തുർക്കിയോട് നേരിട്ടൊരു യുദ്ധത്തിനായിരിക്കില്ല ഇസ്രായേൽ ശ്രമിക്കുക. മുൻപ് ഇറാൻ്റെ പ്രസിഡന്റ് എന്ത് അഭ്യാസം കാണിച്ചിട്ടാണോ അവസാനം ഹെലികോപ്റ്റർ അപകടത്തിൽ കൊല്ലപ്പെട്ടത്, ഒരുപക്ഷെ സമാനമായിട്ടുള്ള ഒരു വിധിയായിരിക്കും എർദോഗനെ കാത്തിരിക്കുക. എർദോഗന് തൽക്കാലം തുർക്കിയായിരിക്കും ഏറ്റവും സേഫായിട്ടുള്ള സ്ഥലം. തുർക്കിയുടെ വെളിയിൽ പോകുന്നത്, അത് ഏത് രാജ്യത്തേക്ക് പോയാലും തുർക്കി പ്രസിഡന്റിന് അദ്ദേഹത്തിൻ്റെ ജീവൻ അത്ര സുരക്ഷിതമായിരിക്കില്ല നിലവിലെ സാഹചര്യത്തിൽ.
ഖത്തറിൽ ഒളിവിൽ കഴിഞ്ഞിരുന്ന അല്ലെങ്കിൽ സുരക്ഷിതനായി കഴിഞ്ഞിരുന്ന നമുക്കറിയാം ഇസ്മായിൽ ഹനിയ എന്ന വ്യക്തി ഖത്തർ അമീറിൻ്റെ ഒരൊറ്റ അഭ്യർത്ഥന അല്ലെങ്കിൽ യാചനയും കൊണ്ട് മാത്രം ഖത്തറിൽ വെച്ച് ഇസ്രായേൽ തീർക്കാതിരുന്ന ഇസ്മായിൽ ഹനിയെ ഇറാനിലെത്തിച്ച് തീർത്തവരാണ് മൊസാദും കൂട്ടരും. ആ മൊസാദിനും കൂട്ടർക്കും കുറച്ച് കാത്തിരുന്നാൽ തുർക്കിക്ക് വെളിയിൽ വരുന്ന എർദോഗനെയും ഇതേ സമാനമായ രീതിയിൽ തന്നെ അവസാനിപ്പിക്കാവുന്നതാണ്. അതിനാൽ തുർക്കി യൂറോപ്യൻ യൂണിയൻ്റെയും അതേപോലെ തന്നെ നാറ്റോ സഖ്യസേനയുടെയും ബലത്തിലാണ് ഈ കടന്ന് ഗീർവാണം അടിക്കുന്നതെങ്കിൽ അത് തീക്കൊള്ളി കൊണ്ട് തല ചൊറിയുന്നതിന് തുല്യമായിരിക്കും എന്ന് പറയാതിരിക്കാൻ പറ്റില്ല. കാരണം എന്തൊക്കെ പറഞ്ഞാലും ഇസ്രായേലുമായിട്ടാണ് ഒരു പ്രശ്നം വരുന്നതെങ്കിൽ അമേരിക്ക ഉറപ്പായും ഇസ്രായേലിൻ്റെ കൂടെ നിൽക്കും. അമേരിക്ക ഇസ്രായേലിൻ്റെ കൂടെ നിൽക്കുന്ന കാലത്തോളം ഒരു നാറ്റോ സഖ്യസേനയും ഇസ്രായേലിനെതിരെ തിരിയില്ല. പിന്നെ അവിടെ നടക്കാൻ സാധ്യതയുള്ളത് തങ്ങളുടെ ഹിറ്റ് ലിസ്റ്റിലുള്ളവരെ യുദ്ധത്തിലൂടെ അല്ലാതെ തന്നെ ഇതേപോലെ ഈ ഇസ്മായിൽ ഹനിയെ തീർത്ത പോലെ രഹസ്യമായിട്ട് തീർക്കുന്ന ആ ഒരു പദ്ധതിയിലേക്ക് ഇസ്രായേൽ പോകും. അവർക്ക് പദ്ധതി എയും ബിയും സിയും ഒക്കെ ഉണ്ട് എന്നറിയുക. അതിനാൽ തൻ്റെ ജീവനും തൻ്റെ രാജ്യത്തിൻ്റെ സുരക്ഷയുമൊക്കെയാണ് പ്രഥമ പരിഗണന കൊടുക്കുന്നത് എർദോഗൻ എങ്കിൽ ഇസ്രായേലിനെതിരെയുള്ള അനാവശ്യ പരാമർശങ്ങളും പ്രസ്താവനകളും ഒഴിവാക്കി മര്യാദയ്ക്ക് ഗ്യാലറിയിൽ ഇരുന്ന് കളി കാണുന്നതായിരിക്കും നല്ലത്. അല്ല എങ്കിൽ ഇറാൻ പ്രസിഡന്റ് തീർന്നതുപോലെ അല്ലെങ്കിൽ ഹമാസിൻ്റെ തലവൻ തീർന്നതുപോലെ നാളെ ലോകരാജ്യങ്ങൾക്ക് 2-3 ദിവസം ആഘോഷിക്കാനുള്ള അല്ലെങ്കിൽ മാധ്യമങ്ങൾക്ക് ആഘോഷിക്കാനുള്ള ഒരു വാർത്ത മാത്രമായി എർദോഗൻ തീർന്നേക്കും.